നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ US പ്രസിഡന്റ് ബാരക് ഒബാമയ്ക്കെതിരായ രേഖകൾ പുറത്തുവിട്ട് US ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ്. 2016 തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യൻ ഭരണകൂടവും ഇടപെട്ടുവെന്ന പ്രചരണം ഒബാമ നടത്തിയെന്നാരോപിച്ചാണ് തുളസി ഗബ്ബാർഡ് വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചും രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചും പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണെന്ന് അവർ തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. 2017 ജനുവരിയിലെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി അസസ്മെന്റ് ICA ഒബാമ ഭരണകൂടം എങ്ങനെ കെട്ടിച്ചമച്ചു എന്ന് തുറന്നുകാട്ടുന്ന ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ വിവരങ്ങളാണ് തുളസി ഗബ്ബാർഡ് പുറത്തുവിട്ടത്. ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ സമുദ്രാതിർത്തിയിലേക്ക് എത്തിയ USS ഫിറ്റ്സ് ജെറാൾഡ് എന്നറിയപ്പെടുന്ന US നാവികസേനയുടെ നശീകരണ കപ്പലിനെ നേരിടാനാണ് ഇറാൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇറാനും US സേനയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണിത്. സംഘർഷ സമയത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ US ആക്രമിച്ചിരുന്നു. മൈക്രോസോഫ്റ്റ് ഷെയർപോയിന്റിലെ ദുർബലത ഉപയോഗിച്ച് ചൈനീസ് ഹാക്കർമാർ US നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ 400-ലധികം സർക്കാർ ഏജൻസികളിൽ അതിക്രമിച്ചു കയറി. രാജ്യത്തിന്റെ ആണവായുധങ്ങളുടെ സംഭരണശാല പരിപാലിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും ഉത്തരവാദിയാണ് US സർക്കാർ സ്ഥാപനമായ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ. 2022 നവംബറിൽ 4 ഇഡാഹോ സർവകലാശാല വിദ്യാർത്ഥികളെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതനായ 30 വയസ്സുകാരൻ ബ്രയാൻ കൊഹ്ബർഗിന് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഈ മാസം ആദ്യം കൊഹ്ബർഗർ കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്നാണിത് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അഡാ കൗണ്ടി കോടതിയിൽ ശിക്ഷാവിധിക്ക് നേതൃത്വം നൽകിയ ജഡ്ജി സ്റ്റീവൻ പ്രതി ബ്രയാനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രഥമ വനിത ബ്രിജിറ്റ് മാക്രോണും പോഡ്കാസ്റ്റർ കാൻഡേസ് ഓവൻസിനെതിരെ അമേരിക്കയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ബ്രിജിറ്റ് യഥാർത്ഥത്തിൽ ഒരു പുരുഷനായിരുന്നു എന്ന തെറ്റായതും ദുരുദ്ദേശപരവുമായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചു. ഓവൻസിന്റെ മീഡിയ കമ്പനി ഉൾപ്പെട്ടിരിക്കുന്ന ഡെൽവെയർ സുപ്പീരിയർ കോടതിയിൽ സമർപ്പിച്ച 218 പേജുള്ള കേസ് തന്റെ പോഡ്കാസ്റ്റിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും തന്റെ ഭ്രാന്തമായ ഓൺലൈൻ ഫോളോവേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ആഗോള അപമാനം, നിർദ്ദയമായ ഭീഷണിപ്പെടുത്തൽ എന്നിവയുടെ നിരന്തരമായ പ്രചാരണം ഓവൻസിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് ആരോപിക്കുന്നു. ഡബ്ലിനിലെ ടാൽഗട്ടിൽ ഒരു കൂട്ടം ആക്രമികൾ 40 വയസ്സുള്ള ഇന്ത്യൻ പൗരനെ നഗ്നനാക്കി ആക്രമിച്ചു. മുഖത്തും കൈകളിലും കാലുകളിലും പരിക്കേറ്റ് രക്തമൊലിപ്പിച്ച നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഐറിഷ് നാഷണൽ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ടാലഗട്ടിലെ പാക്ക് ഹിൽ റോഡിലാണ് സംഭവം നടന്നത്. അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര സംഭവത്തെ അപലപിച്ചു. ടോക്കിയോയിലെ ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായി സംവദിക്കുമ്പോൾ ഹിന്ദിയിൽ ഒഴുക്കോടെ സംസാരിക്കുന്ന ഒരു ജാപ്പനീസ് വ്ളോഗറുടെ ഹൃദ്യമായ വീഡിയോ ഓൺലൈനിൽ ഹൃദയങ്ങൾ കീഴടക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള ഒരു കൂട്ടം ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായുള്ള സംഭാഷണത്തിന്റെ ഒരു വീഡിയോ ഉള്ളടക്കം സൃഷ്ടാവായ നമസ്തേ കൊഹോയ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരുന്നു. വീഡിയോയിൽ കൊഹോയ് ഒരാളെ സമീപിച്ച് മാന്യമായി ചോദിക്കുന്നു, ക്ഷമിക്കണം സർ, നിങ്ങൾ എവിടെ നിന്നാണ്? ആ മനുഷ്യൻ ഇന്ത്യ എന്ന് മറുപടി നൽകുമ്പോൾ കൊഹോയ് ആവേശഭരിതനായി ആപ്കാ ഹാർദിക് സ്വാഗത് ജപ്പാൻ മേ, ജപ്പാനിൽ നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ച സൗത്ത് ഓസ്ട്രേലിയ അഡ്ലെയ്ഡിൽ കാർ പാർക്കിംഗ് തർക്കത്തിനിടെ ഒരു ഇന്ത്യക്കാരനെ ഒരു സംഘം അജ്ഞാതർ ക്രൂരമായി ആക്രമിക്കുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാത്രി 9:22 ഭാര്യയോടൊപ്പം കാറിൽ നഗരത്തിലെ ലൈറ്റ് ഷോകൾ കാണാൻ പോയ ചരൺപ്രീത് സിംഗ് എന്നയാളെയാണ് കിൻഡോർ അവന്യൂ സമീപം വെച്ച് ആക്രമിച്ചതെന്ന് ദ ഓസ്ട്രേലിയ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഇര ഒരു വിദ്യാർത്ഥിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൗത്യങ്ങൾക്കായുള്ള പ്രതിനിധി റിച്ചാർഡ് ഗ്രനേൽ ചൊവ്വാഴ്ച പ്രാദേശിക സമയം കാലിഫോർണിയയിൽ ജയിലിലടയ്ക്കപ്പെട്ട പാകിസ്ഥാൻ തെഹ്രീക്-ഇ-ഇൻസാം PTI സ്ഥാപകൻ ഇമ്രാൻ ഖാന്റെ മക്കളെ കണ്ടു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ മോചിപ്പിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രോസിക്യൂഷൻ കേസാണെന്ന് വിശേഷിപ്പിച്ചു. ഇമ്രാൻഖാന്റെ മൂത്ത മകൻ സുലൈമാൻ ഇസയ്ക്കും രണ്ടാമത്തെ മകൻ കാസിം ഖാനുമൊപ്പമുള്ള ഒരു ഫോട്ടോ ഗ്രനേൽ പോസ്റ്റ് ചെയ്തു. ഇവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും ഇവരെ കാലിഫോർണിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നതും തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.